ഹായ് ഫ്രണ്ട്സ്, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒരു അടിപൊളി അടിച്ചു പോസാകുന്ന ഒരു കേക്ക്. ഈ ഒരു തീം വർക്കിൽ നമ്മൾ ഇതെങ്ങനെ സെറ്റ് ചെയ്തെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഒരു കോംബോ, അതായത് ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിയുടെയും പിന്നെ ബർത്ത്ഡേയും ഇത് രണ്ടും കൂടി മിക്സായിട്ട് വരുന്ന ഒരു കേക്കാണ്. അപ്പോൾ കസ്റ്റമർ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൽ ഈ രണ്ടും കൂടി കോമ്പിനേഷൻ, അതായത് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെയും ബർത്ത്ഡേയുടെയും രണ്ടും കൂടി വരുന്ന ഒരു തീമിൽ ചെയ്തെടുക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നടുക്കായിട്ട് നമ്മളുടെ ഒരു വിസ്കിയുടെ ആ ഒരു ബോട്ടിലും കൂടി വയ്ക്കണം. പക്ഷേ കസ്റ്റമർ തന്നിരുന്ന വെച്ചത് ഒരു പിക്ക് തന്നിരുന്നെങ്കിലും അത് ചരിച്ചിട്ടിരിക്കുന്ന ഒരു പിക്കായിരുന്നു, ബോട്ടിൽ ചരിച്ചിട്ടിരിക്കുന്ന ഒരു പിക്കായിരുന്നു. വേറൊന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ളതൊക്കെ നമ്മളോട് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ബോട്ടിൽ കണ്ടപ്പോൾ തന്നെ നമുക്ക് പേടിയായി. അതിനകത്ത് പിക്കിൽ കണ്ടിരുന്നത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലായിരുന്നു. പക്ഷേ കൊണ്ടുവന്നത് അപ്പോൾ കസ്റ്റമർ തന്നെയാണ് ബോട്ടിലൊക്കെ വാങ്ങി കൊണ്ടുവന്ന് തന്നത്. അതിനകത്ത് സെറ്റ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് നല്ല വെയിറ്റുള്ള ഒരു ചില്ലിൻ്റെ ബോട്ടിലായിരുന്നു. അതൊരു 800 ഗ്രാം വരുന്ന ഒരു ബോട്ടിലായിരുന്നു. അപ്പോൾ 1 കിലോ വെയിറ്റ് വരുന്ന ആ ഒരു കേക്കിൽ ഈ 800 ഗ്രാം വരുന്ന ആ ഒരു ബോട്ടിലും കൂടി നമുക്ക് സെറ്റ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിൽ നമുക്ക് അത്രയും ടെൻഷൻ ഉണ്ടാവില്ല. ഇത് നല്ല ദൂരം ട്രാവൽ ചെയ്യേണ്ട ഒരു കേക്കും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഞാൻ കസ്റ്റമറോട് പറഞ്ഞു ആദ്യം തന്നെ അവിടെ വീട്ടിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്താൽ മതി ആ സമയത്തെന്ന് പറഞ്ഞപ്പോൾ ഇല്ല, അത് സർപ്രൈസായിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ റിസ്ക് മുഴുവൻ നമ്മൾ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് കളറിൽ നമ്മൾ ഒരു ഒറ്റ ഡ്രോപ്പ് വൈറ്റ് ക്രീമിൽ യെല്ലോ കളർ മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു ഓഫ് വൈറ്റ് കളർ കിട്ടും. എന്നിട്ട് അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് ഫൈനൽ കോട്ട് കൊടുത്തിട്ട് ചെറിയൊരു സ്ക്രാപ്പർ കൊണ്ടിട്ട് സൈഡിലും അതിൻ്റെ മേളിൽ നമ്മളുടെ ബ്രഷ് എണ്ണയൊക്കെ തടവുന്ന ആ ഒരു ബ്രഷ് കൊണ്ട് തന്നെ മേളിലും ഡെക്കറേഷൻ ചെയ്ത് കൊടുത്തു, ലൈൻസ് ഇട്ട് കൊടുത്തു. ഡെക്കറേഷൻ മുഴുവൻ നമ്മളുടെ ഇഷ്ടത്തിന് വിട്ട് തന്നിരിക്കണ ഒരു കളർ മാത്രമേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ രണ്ട് രീതിയിലും നമുക്കിത് ബ്രാൻഡി കുപ്പി വരുമ്പോൾ അതിൻ്റെ രീതിയിൽ വരുന്ന ഒരു തീമും കൊടുക്കണം, വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ തീമും കൊടുക്കണം. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്യുന്ന ഇത്രയും ഒരു ചെറിയ 1 കിലോ വെയിറ്റ് വരുന്ന ഒരു ഇത്തിരി കുറച്ച് ടോളായിട്ട് ചെയ്യാനും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാലല്ലേ നമുക്ക് ആ ഒരു ബോട്ടിൽ അതിനകത്ത് ഇറക്കി വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇത്രയും സ്പേസിൽ നമ്മളിതെല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കുറച്ച് റിസ്ക് ആയിരുന്നു. എങ്കിൽ പോലും നമ്മൾ അതേപോലെ തന്നെ അപ്പോൾ ഇതിൻ്റെ ബോട്ടിലിൻ്റെ സൈഡിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് വയ്ക്കുന്ന രീതിയിൽ നമ്മളിതുപോലെ ജലാറ്റിനിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഇതാദ്യം നമ്മൾ സോക്ക് ചെയ്യാൻ വയ്ക്കും. അതിന് ശേഷം ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഇതേപോലെ എന്നിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അതിനകത്ത് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ കുറച്ചെടുത്തിട്ട് അതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുത്തു. ഒരുപാട് ഫസ്റ്റ് ഞാനത് ചെയ്തു. അപ്പോൾ കുറച്ച് വെള്ളം കൂടി പോയിട്ട് ആ ജെല്ല് നമ്മൾ പുറത്ത് വയ്ക്കുമ്പോഴേക്കും മെൽറ്റായി പോകും. അപ്പോൾ അത്രയും എന്നിട്ട് ഞാൻ രണ്ടാമത് ചെയ്യുകയാണ് ചെയ്തത്. ഇതിപ്പോൾ കറക്റ്റ് ഫിറ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്തു, നല്ല സെറ്റായിട്ട്. എന്നിട്ട് നമ്മളിത് പിടിച്ച് ആ സൈഡിലൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു ഐസ് ക്യൂബ്സ് ഇട്ടിരിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ചിതറി ചില്ലൊക്കെ ഇങ്ങനെ ഐസ് ക്യൂബ്സ് ഇങ്ങനെ പൊട്ടിച്ചിടുന്ന പോലെ ഇട്ട് കൊടുക്കുന്ന ആ രീതിയിൽ അങ്ങനെ ചെയ്ത് കൊടുത്തു. അപ്പോൾ എപ്പോഴും നമ്മളുടെ ഒരു ഇതുപോലെയുള്ള വിസ്കിയുടെയൊക്കെ കുപ്പിയുടെ അതിൻ്റെ സൈഡിൽ എപ്പോഴും നമ്മളുടെ ഐസ് ക്യൂബ്സ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു തീമിലാണ് ഞാനതങ്ങനെ ചെയ്തത്. പിന്നെ നമ്മൾക്ക് ഫോണ്ടനിൽ ഒരു മീശ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ബോട്ടിലിൻ്റെ സൈഡിൽ വയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ തന്നെ അപ്പോൾ ബ്ലാക്ക് കളർ നോക്കിയപ്പോൾ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു ഡ്രോപ്പ് 3 ഡ്രോപ്പ് എടുത്തു. അത് 3ഉം ഒരേ അളവിൽ തന്നെ ഒറ്റ ഡ്രോപ്പ് വെച്ചിട്ട് റെഡ്, ബ്ലൂ, റോയൽ ബ്ലൂ, പിന്നെ യെല്ലോ, ഇത് 3ഉം കൂടി മിക്സ് ചെയ്തപ്പോൾ നമുക്ക് ബ്ലാക്ക് കളർ കിട്ടി. അപ്പോൾ ഇതിപ്പോൾ രാവിലെ ഓർഡർ തന്നിട്ട് രാത്രി കൊണ്ടുപോകാനുള്ള കേക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പോയി വാങ്ങാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് ബ്ലാക്ക് കളർ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഒരു മീശ സംഘടിപ്പിച്ചു. ഇതേപോലെ നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല കസ്റ്റമർ ഒരുപാട് ഭയങ്കര ഹാപ്പി ആയെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു കസ്റ്റമർക്കും. അതേപോലെ തന്നെ ബർത്ത്ഡേക്കാരനും വെഡ്ഡിങ് ആനിവേഴ്സറിക്കാർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കേക്കാണ്. അവർക്ക് ഒരുപാട് നമ്മൾ അവർ പറയുന്നതിനേലും എക്സ്പെക്റ്റ് ചെയ്തതിനേലും കൂടുതൽ നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കസ്റ്റമർ നന്നായിട്ട് പറഞ്ഞായിരുന്നു, നല്ല അഭിപ്രായമായിരുന്നു.
അപ്പോൾ നമുക്കിതുപോലെ പെട്ടെന്നൊരു തീം നമ്മളോട് തന്നെ ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ആ ഒരു ഐഡിയ കിട്ടില്ല. അപ്പോൾ കിട്ടുന്ന ഐഡിയ അനുസരിച്ച് നമുക്ക് അത്രയും സമയത്തിനുള്ളിൽ ചെയ്തെടുക്കുകയും വേണം. എന്നിട്ട് നമ്മൾ ഫോണ്ടൻറ്റിൻ്റെ ഒരു കുറച്ച് ഹാർട്ട് ഷേപ്പും ഒക്കെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ പേരെഴുതാൻ കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഫോണ്ടൻറ്റിൽ തന്നെ എഴുതി വെച്ചു. അതാദ്യം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കൊണ്ടുപോകുന്നതിന് കുറച്ച് മുമ്പാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഈ ബോട്ടിൽ, നമ്മുടെ വിസ്കിയുടെ ബോട്ടിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സെറ്റ് ചെയ്തെന്നാൽ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ കൊടുക്കുന്നതിന് കുറച്ച് മുമ്പാണ് നമ്മളിതൊക്കെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അതേപോലെ ആ ബോട്ടിൽ ഇറക്കി വെച്ചിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്ത ഭാഗമില്ലേ, അത് തന്നെ ആ സൈഡിൻ്റെ ഹോൾസിലൊക്കെ ഇട്ട് കൊടുത്തു, ഒന്ന് സെറ്റാക്കിയിട്ട് അതിൻ്റെ മേളിൽ ഐസ് ക്യൂബ്സ് ജെലാറ്റിൻ ഇട്ട് കൊടുത്തു. പിന്നെ സൈഡിൽ ആ ഒരു മീശ വെച്ചു. പിന്നെ ഹാർട്ട് ഷേപ്പ് ഇതേപോലെ പേരെഴുതി. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്ന് മേളിലും ആ മീശയുടെ സൈഡിലായിട്ടും, പിന്നെ കാരണം അപ്പയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അത് അങ്ങനെ വെച്ച് കൊടുത്തു. പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി അവരുടെ തന്നെ അത് താഴെ വെച്ച് കൊടുത്തു. ഇതുപോലെ ഹാർട്ട് ഷേപ്പും വെച്ച് കൊടുത്തു. ഇത്രയുള്ള അടിപൊളിയല്ലേ, കാണാൻ അടിപൊളി ലുക്കാണ്. കസ്റ്റമർക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതൊരു വെറൈറ്റി തീമുമാണ്. ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.